ഗർഭിണിയായ യുവതിക്കും മർദ്ദനം ഏറ്റുവെന്ന ആരോപണം. കഴിഞ്ഞ വർഷം ജൂണിലാണ് ഈ സംഭവം ഉണ്ടായത്. നോർത്ത് പോലീസ് CI ആയിരുന്ന പ്രതാപ് ചന്ദ്രനെതിരെയാണ് പരാതി. മർദ്ദിക്കുന്ന സമയം യുവതിയുടെ കയ്യിൽ 6 മാസം പ്രായമുള്ള ഇരട്ട കുട്ടികളും ഉണ്ടായിരുന്നു. ദാഹിച്ചപ്പോൾ വെള്ളം പോലും നൽകിയില്ല എന്നും യുവതി പറയുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ വീട് നിങ്ങൾ വെറുതെ ലോക്കപ്പിലിട്ട് ഇങ്ങനെ മർദ്ദിക്കണി എന്തിനാന്ന് ചോദിച്ചു. അപ്പം എന്നെ അവർ മാറിക്കണി നാടൻ കളിക്കാതെ എന്നെ ഒറ്റ അടി അടിച്ചിട്ട് ഞാനവിടെ വീണു. വളരെ ഗുരുതരമായ ആരോപണമാണ് കേരള പോലീസിനെതിരെ അടുത്തിടെ ഉയർന്നു വന്നത്. അതിൽ ഗർഭിണിയെ നോർത്ത് CI ആയിരുന്ന പ്രതാപ് ചന്ദ്രൻ മർദ്ദിക്കുകയുണ്ടായി. ഇവരുടെ കയ്യിൽ 6 മാസം പ്രായമുള്ള ഇരട്ട കുട്ടികളും ഉണ്ടായിരുന്നു. ഈ മർദ്ദിക്കുവാനിടയായ ഒരു സാഹചര്യം ഇവിടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഹോട്ടലുണ്ട്, അവിടുത്തെ 2 ജീവനക്കാരെ ഈ റോട്ടിൽ നിന്ന് പോലീസുകാർ അടിച്ച് ജീപ്പിൽ കയറ്റുന്നുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡോട് ഞാൻ പറഞ്ഞു, ഒന്ന് പോയി നോക്കി എന്താ സംഭവം, ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. എന്താ സാറേ പ്രശ്നം എന്ന് ചോദിച്ചു. നീ ആരാണ് അന്വേഷിക്കാമെന്ന് ചോദിച്ചു. ഞങ്ങൾ അറിയുന്നവർ, അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പം നീ അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് അവരെ പിടിച്ച് ഇങ്ങനെ ജീപ്പിൽ കയറ്റാൻ നോക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തു. അതാണ് തുടക്കം ഉണ്ടായത്. പിറ്റേ ദിവസമായപ്പോൾ നമ്മുടെ നോർത്ത് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, ഹസ്ബൻഡോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ല, മാർക്കറ്റ് വരെ പോയിരിക്കാമെന്ന് പറഞ്ഞു. ആളുടെ പേരിൽ ഞങ്ങൾ കേസ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനാന്ന് പറഞ്ഞു. ആദ്യം വന്നിട്ട് പറഞ്ഞു, എടാ നീ എടുത്ത വീഡിയോ ഒന്ന് കാണിച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഫോൺ എടുത്ത വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോഴത്തേനും ഫോൺ എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, കേരള ജീപ്പിലിട്ട് പറഞ്ഞു. വേറെ അന്നേരമാണ് ഈ പ്രതാപചന്ദ്രൻ സാർ, എനിക്ക് അവരൊന്നും അറിയത്തില്ല. അവരെല്ലാം വന്നിട്ട് യൂണിഫോം ആർക്കും ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും ഒന്ന് പിടിച്ചു വലിച്ച് ജീപ്പിലോട്ട് കയറ്റും. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ 2 എട്ടക്കുട്ടികൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഒന്നിനും വയ്യ, ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുന്ന സമയമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, സാറെ കൊണ്ടുപോലെ, എനിക്ക് അവിടെ വേറെ ആരുമില്ല, കൊണ്ടുപോകരുത്. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ വെച്ച് ഞാൻ ഒന്നും ചെയ്യാനാണ് കൊണ്ടുവരുന്ന ആളെ ഞങ്ങൾ സ്റ്റേഷനിൽ വന്നോളെ മാറിക്കടി അങ്ങോട്ട് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഞാൻ ഒരു ഓട്ടോ വിളിച്ച് വേഗം സ്റ്റേഷനിൽ ചെന്നു. അവിടെ ചിലപ്പോൾ ആളായിട്ട് അടിക്കണം ഞാൻ കാണുന്നത്. പബ്ലിക് പ്ലേസിൽ ഒരു വീഡിയോ എടുത്തതിനാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് മർദ്ദിക്കണേന്ന് ചോദിച്ചു. ഒരു നാടകം കളിക്കണോട് ഇവിടെ കിടന്നിട്ടെന്ന് പറഞ്ഞു. ഒറ്റയടി എൻ്റെ 2 കുഞ്ഞുങ്ങൾ എൻ്റെ ഒക്കെ തിരിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾ 2 ഭയങ്കര കരച്ചിലും ബഹളവും വോമിറ്റിംഗ് ഒക്കെ വന്ന് ഞാൻ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മീഡിയക്കാർ വന്ന് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേനും അവരാകെ അവരുടെ എല്ലാം ഇത് മാറ്റിയിട്ട് അവർ പറയുവാണ്, ആ CI സാറിന് ഞാനാണ് അടിച്ചത്, മാന്തി വെച്ചു, പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ സ്റ്റേഷനിൽ വലിച്ചെറിഞ്ഞു, പിന്നെ ഡോറുകളൊക്കെ തല്ലി തകർത്തു എന്നൊക്കെ മീഡിയക്കാരോട് അങ്ങനെ പറഞ്ഞു വിട്ട്. കൂടെ വനിതാ പോലീസൊന്നും ഇല്ലായിരുന്നു. വനിതാ പോലീസുകാരുണ്ടായിരുന്നു. അവരാണ് എന്നെ ഉന്തി താഴ്പ്പുറത്തേക്ക് വിട്ട് അടിച്ചതിന് ശേഷം കരയെ മാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, എന്തേടി നീ കരച്ചിൽ നിർത്തിയ, നീ കരിയടി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ സാറേ എനിക്ക് ഇച്ചിരി വെള്ളം വേണമെങ്കിൽ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ചായയും പഴംപൊരിയും ഒക്കെ ദൃശ്യത്തിലുണ്ട്. എപ്പോഴും അത് പുറത്ത് വരും. ചായയും പഴംപൊരിയും കുടിച്ചിങ്ങനെ കാണിച്ചിട്ട് നിന്നെ ആരെ രക്ഷിക്കാൻ വരുന്നേ കാട്ടടി, അതിൽ സംസാരം അടക്കം കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.